പറയാൻ പോണത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രൊഡക്റ്റീവ് ഈവനിങ് സ്റ്റഡി റുട്ടീനാണ്. ഇങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് തോന്നിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു 4 മണിയായപ്പോൾ വീട്ടിലെത്തി. അത് കഴിഞ്ഞ് ഫ്രഷപ്പൊക്കെ ആയി ഫോണൊക്കെ നോക്കിയിരുന്നു. അതിനുശേഷം ചായ കുടിച്ചതിന് ശേഷം ബിസ്ക്കറ്റൊക്കെ കഴിച്ചു. പുറത്തിറങ്ങി ചെടികളൊക്കെ ഒന്ന് നോക്കി. അതിന് ശേഷം ഒരു 6 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ടൈം ബോക്സ് എടുത്ത് വയ്ക്കാൻ മറന്നുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. അതിന് ശേഷം വെള്ളമൊക്കെ നിറച്ചതിന് ശേഷം മേക്കപ്പ് ഏരിയ ഒന്ന് ക്ലീൻ ചെയ്തു. അപ്പോഴേക്കും തന്നെ 7 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ 7:10 ആയപ്പോൾ പഠിക്കായിരുന്നു. പിന്നെ കുറേ പേര് എന്നോട് ചോദിച്ച കാര്യം ഞാൻ എന്തായാലും പറയാമെന്ന് വിചാരിച്ചു. ഞാൻ എത്ര ക്ലാസ്സിലാണ് എന്നുള്ളതാണ് ദേ ഇവിടെ കമൻറ്റ് കൊടുത്തേക്കാട്ടോ. കുറച്ച് പേര് ചോദിച്ചിരിക്കുന്നത് ഞാൻ റിവീൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ 9th കേട്ടോ പഠിക്കുന്നത്. 9th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്ലാനർ എടുത്തു. പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചു പഠിക്കുന്നതിന് മുമ്പേ. അപ്പോൾ പ്ലാനറൊക്കെ എടുത്ത് മൂഡ് ട്രാക്കറൊക്കെ എനിക്കിന്നൊരു ഹാപ്പി മൂഡായതുകൊണ്ട് ഒരു ഗ്രീൻ കളറായിരുന്നു ഹാപ്പി മൂഡിന്. അപ്പോൾ അത് കൊടുത്തു. പിന്നെ നമ്മൾ ഹാബിറ്റ് ട്രാക്കറിൽ ട്രാക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് അതും കൂടി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഞാൻ ഇനി തൊട്ട് ആലോചിക്കുന്നത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോങ് വീഡിയോസ് ആഴ്ചയിൽ 4 or 3 പ്രാവശ്യം ഇടാം. ഡെയിലി ഷോർട്സ് ഇടാൻ ശ്രമിക്കാം. ഡെയിലി ഇട്ടില്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസമെങ്കിലും ഞാൻ ഇടും. ഒരു ദിവസം ഇട്ടില്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസമെങ്കിലും ഇടാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇത് ആ പ്ലാനറൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്റ്റിക്കി നോട്ട്സിൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. പിങ്ക് സ്റ്റിക്കി നോട്ട് തീർന്നു. ഇനി തൊട്ട് യെല്ലോയിലാണ് കേട്ടോ എഴുതേണ്ടത്. പിങ്ക് ഓരോന്നും 20 ഷീറ്റ് വെച്ചിട്ടുണ്ടാവുള്ളൂ. അതും ജസ്റ്റ് പറഞ്ഞ് ഞാൻ മലയാളം പഠിക്കാതിരുന്നിട്ടുണ്ട്. ഞാൻ സാധാരണ ഇങ്ങനെ പഠിക്കണ ടൈം ബ്ലർ ചെയ്യാറാണല്ലോ പതിവ്. ഇനിയിപ്പോൾ അത് കുഴപ്പമില്ല, നമുക്കിനി ഇതെല്ലാം ബ്ലർ ചെയ്യാണ്ട് തന്നെ കാണിക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ പഠിത്തമൊക്കെ പോകുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ, നിങ്ങളുടെ വെട്ടാൻ ആവാറായോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. നന്നായിട്ട് പഠിക്കുക, കിട്ടുന്ന ടൈമൊക്കെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ വീട്ടിലെത്തുമ്പോഴും അധികം ടൈം കിട്ടാറില്ല. നമ്മളൊരു 7 മണി 6:30 ആകുമ്പോഴാണല്ലോ പഠിക്കാതിരിക്കുക. എന്നാലും നമുക്കൊരു 10 മണി വരെയൊക്കെ അല്ലേ കൺട്രോൾ ഉണ്ടാവുള്ളൂ. അത്രയും നേരം പഠിക്കാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ സ്കൂളിൽ വെച്ചും ചിലതൊക്കെ പഠിച്ചു വയ്ക്കാറുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. പഠിച്ചു വെച്ചില്ലെങ്കിലും നോട്ട്സ് അവിടെ വെച്ച് എഴുതാൻ പറയും. അതായത് വീട്ടിൽ ചെന്നിട്ട് എഴുതാൻ പറയും. അപ്പോൾ നമ്മൾ ഫ്രീ പീരീഡ് കിട്ടുവാണെങ്കിൽ അവിടെ ഇരുന്ന് തന്നെ എഴുതും. അങ്ങനെയാണെങ്കിൽ ഇവിടെ കുറേ ടൈം ലാഭിക്കാമല്ലോ. നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാം, അവിടെ നിന്ന് നോട്ട്സ് ഉണ്ടെങ്കിൽ അങ്ങനെ കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ കുറേ ടൈം നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മലയാളം എനിക്ക് 2 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കാനുണ്ടായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ അവിടെ വെച്ച് തന്നെ പഠിച്ചു. ആമുഖം പഠിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ എന്ന പാഠത്തിലെ ആമുഖം പഠിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിൽ വെച്ച്. പിന്നെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ വീട്ടിൽ വന്നിട്ടാണ് പഠിച്ചത്. അതിന് ശേഷം ഞാൻ ബയോളജി എടുത്തു. ബയോളജി ഞാൻ മിഡ്-ടേം എക്സാമിന് വേണ്ടി പഠിക്കാൻ വേണ്ടി എടുത്തതാണ്. ബയോളജി ഒന്നും സ്കൂളിൽ പഠിക്കാൻ പറഞ്ഞിട്ടില്ല. മലയാളം എനിക്ക് സ്കൂളിൽ പഠിക്കാൻ പറഞ്ഞിട്ട് ഞാൻ പഠിക്കുന്നതാണ്. ബയോളജി പക്ഷേ ഞാൻ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഒരു ദിവസം പഠിക്കുന്ന ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ബയോളജി എടുത്തത്. ഹാഫ് ചാപ്റ്റർ തീർക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നാളെ ഇതിൻ്റെ പകുതിയും കൂടി തീർക്കണം. മലയാളം നാളെ ക്വസ്റ്റ്യൻ ചോദിക്കും. ബയോളജി ഞാൻ സ്വയം പഠിക്കുന്നതാണ്. അപ്പോൾ മലയാളം എനിക്ക് നല്ല പേടിയുമുണ്ട്. എന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കോൺഫിഡൻസൊക്കെ അത്യാവശ്യമുണ്ട്. അപ്പോൾ അത് ബയോളജി പഠിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഇംഗ്ലീഷ് വായിക്കാണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഇരിക്കണം. ഇപ്പോൾ ഞാൻ ബയോളജിയാണ് പഠിച്ചുകൊണ്ടിരിക്കണത്. അതിൽ 5-6 ക്വസ്റ്റ്യൻസ് ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഇനി കുറച്ചുകൂടി ക്വസ്റ്റ്യൻസും പിന്നെ ബോട്ട്സും ആനിമൽ സെൽ അങ്ങനെ കുറേ സെൽസിൻ്റെയൊക്കെ ഡെഫിനേഷൻസാണ് ബയോളജിയിലും മെയിൻലി ഉള്ളത്. അപ്പോൾ ഇതെന്തായാലും ഈ 2 ആഴ്ചക്കുള്ളിൽ പഠിച്ച് തീർക്കണം. 2 ആഴ്ചയുള്ളൂ എൻ്റെ മിഡ്-ടേം എക്സാമിന്. ജൂലൈ 6th എക്സാം സ്റ്റാർട്ടാവണേ. 9th തീരും, 9th തീരും. അപ്പോൾ എന്തായാലും പഠിച്ച് പറ്റത്തുള്ളൂ. ഓരോ സബ്ജക്റ്റിനും 2 ചാപ്റ്റേഴ്സ് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇംഗ്ലീഷ് എടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് വായിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു റീഡിങ് ടെസ്റ്റ് വയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വായിച്ചുകൊണ്ട് പോവുകയാണ്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി. ഞാൻ കുറച്ച് വീഡിയോ എടുത്തുള്ളൂ കേട്ടോ. പിന്നെ ഹിന്ദി വായിക്കാനുണ്ടായിരുന്നു, അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. DBR ഉണ്ടല്ലോ, DBR ഒരു ബ്രൗൺ കളർ, അത് നമ്മളൊരു പെൻ സ്റ്റാൻഡായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതാണ്. അതിൻ്റെ ഷോർട്സും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണമെന്നുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഞാൻ കൊടുത്തേക്കാൻ ചെക്കൗട്ട് ചെയ്താൽ മതി കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ്. ഇത് കാണിക്കുന്നത് 2 weeks സ്റ്റഡി പ്ലാനർ ഞാൻ വരച്ചെടുത്തതാണ്. ChatGPT-നോട് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എൻ്റെ സ്കൂൾ ടൈം അങ്ങനെ അത് കഴിഞ്ഞിട്ട് എത്ര മണിക്കൂർ വരെ പഠിക്കാൻ പറ്റും അതൊക്കെ പറഞ്ഞു കൊടുത്തു.
ഇതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള വീഡിയോ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിൽ നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ബുക്കൊക്കെ അടുക്കി വെച്ചു ബാഗിലോട്ട് നാളത്തേക്കുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ജൂണിൽ തീരുന്നതിന് മുമ്പ് എനിക്കൊരു 150 സബ്സ്ക്രൈബേഴ്സ് വേണമെന്നുണ്ട്. ഇപ്പോൾ 125 സബ്സ്ക്രൈബേഴ്സാണുള്ളത്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.